നമസ്കാരം കൂട്ടുകാരെ, പ്ലാവില ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് എത്തിക്കഴിഞ്ഞു. രാവിലെ തകൃതിയായിട്ടുള്ള പണിയിലാണ് ഞാൻ. രാവിലത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇടിയപ്പം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോഴേ ഈ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഒരു തകൃതിയായിട്ടുള്ള പണിയും അതുപോലെ കഷ്ടപ്പാട് നിറഞ്ഞതുമാണ്. ഇതിനെ ഒന്ന് പീച്ചെടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴേ ഞാൻ ഒരു വിധത്തിൽ എല്ലാം ഉണ്ടാക്കി നന്നായി എടുത്തു. അതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് ഒരു കറി തയ്യാറാക്കണമല്ലോ. അതിന് കുറച്ച് ചിക്കൻ്റെ പീസ് എൻ്റെ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അതിനെ അങ്ങോട്ടെടുത്ത് നന്നായി ഒരു കറി വെച്ചു. അത് രണ്ടും കൂടെ ഞങ്ങൾ കഴിച്ചു. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കണമല്ലോ. അതിനായിട്ട് ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് വീണ്ടും കയറി. കഞ്ഞിയൊക്കെ ഇട്ട് അതൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ പച്ചക്കറിക്കാരൻ്റെ വിളി എത്തിയത്. പച്ചക്കറി മേടിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. കഞ്ഞിയൊന്നും വെന്തില്ല കേട്ടോ. ഞാൻ വെന്തോ എന്ന് നോക്കുകയാണ്, പക്ഷേ വെന്തിട്ടില്ല. ഞാൻ തീ എരിച്ചിട്ട് പോകുമ്പോഴത്തേക്കിനും തീ കത്തും. എവിടോട്ടേലും പോയി വരുമ്പോഴത്തേക്കിനും നമ്മുടെ തീയെ എവിടെ പോയതാ ഞാനും വരുവാന്നും പറഞ്ഞ് എൻ്റെ പുറകെ അങ്ങ് പോരും. പിന്നെ ഞാൻ കുറച്ച് കോവയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു. അത് മെഴുക്ക് വരട്ടി വയ്ക്കാനായിട്ട് ഞാൻ അരിഞ്ഞെടുത്തു. ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തത്. നീളത്തിലൊന്നും അരിഞ്ഞില്ല കേട്ടോ. വട്ടത്തിലാണേലും മൂത്ത് കിട്ടും. നമ്മുടെ പച്ചക്കറിക്കാർ പച്ചക്കറി ഹായ് വായോ എന്നും പറഞ്ഞ് വരുന്നുണ്ട്. പച്ചക്കറി വാങ്ങിയിട്ട് ഞാനും എൻ്റെ ചേച്ചിയും കൂടാണ് ഇന്ന് പച്ചക്കറി മേടിക്കാനായിട്ട് റോഡിലോട്ട് ഇറങ്ങിയത്. പച്ചക്കറി മേടിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. എന്നാ പിന്നെ 30 രൂപയ്ക്ക് 250 കഴിഞ്ഞിട്ടാ 30 രൂപയ്ക്ക് 200. ക്യാരറ്റ് ബീൻസ് ഇതെന്താ വില? ഒരു 250 ഗ്രാം പച്ചത്തക്കാളിക്കാകട്ടെ. ചേമ്പില്ലേ? ചേമ്പൊന്നും വന്നില്ല. ഒരു ചേമ്പും ഇല്ല. മധുരക്കിഴങ്ങ് കപ്പ ഇതോ ഏത്തക്ക അല്ല പടവലങ്ങ അത്ര വലുതാണ്. ഈ നാരങ്ങയ്ക്ക് എന്നാ വിലയാ? അത് 3 എണ്ണം എടുത്തു 70 രൂപ. 3 എണ്ണത്തിന് 70 രൂപ. പിന്നെ ഒറ്റ ഒരെണ്ണമായല്ലേ 10 രൂപയോ? മാങ്ങ ഇല്ലേ? 20. പക്ഷേലേ ഇതേ തോലി കണ്ടോ? അട്ടു. ഇതെങ്ങനെ വില? 1.5 കിലോ 100. 1.5 കിലോ 100. ഇത് മാത്രം മതിയേ, ഒറ്റ ചുമന്നുള്ളി എനിക്ക് 1/2 കിലോ തരണേ. രണ്ട് സെയിം ഉണ്ട്. സെയിം വീടാ, സെയിം വീട്. ബീട്രൂട്ട് വല്ല വേണം. ഓരോരുത്തരെടുക്കുമ്പോ അങ്ങ് പോകുന്നത്. അടുത്ത് കൊണ്ടുവരണ്ടേ? ചേമ്പില്ലേ? ചീമച്ചേമ്പ്. മത്തങ്ങ വേണോ? കാക്കില വേണ്ട കേട്ടോ. കാക്കില വേണ്ട. 30 രൂപ. ഒരെണ്ണം കൂടെ വേണം.
സവാളക്ക് ഇങ്ങനെ വില 200. 200. കൊച്ചുള്ളി വാങ്ങിച്ചു, അതുകൊണ്ട് സവാള ഇപ്പം വേണ്ട. 520. അപ്പോഴേ പച്ചക്കറി എല്ലാം മേടിച്ചുകൊണ്ട് വന്ന ശേഷം ഞങ്ങൾ കറി വയ്ക്കാൻ ആരംഭിച്ചു. മത്തങ്ങായും ചെറുപയറും കൂടി കറി വയ്ക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ മത്തങ്ങ ചെത്തുകയാണ്. അപ്പം മത്തങ്ങ ചെത്തി ചെറു കഷ്ണങ്ങളാക്കി അതൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറുപയർ കുറച്ച് എടുത്ത് അതും കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഞാൻ അടുപ്പയിലോട്ടിട്ടു. അപ്പം ഉപ്പും സ്വല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും 2-3 പച്ചമുളകും കീറിയാണ് ഞാൻ അടുപ്പയിലോട്ട് വെച്ചത്. അപ്പോഴേ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോഴേ പയറിനരയ്ക്കാൻ പോവുകയാണ്. 1 നുള്ളി ജീരകം ഇട്ടു, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ ചുവന്നുള്ളി 2 അല്ലി. ഞാൻ അരയ്ക്കുന്ന വിധമാണ്, ഞാൻ കറി വയ്ക്കുന്ന വിധമാണ് ഞാനിവിടെ കാണിക്കുന്നത്. എല്ലാവരും വ്യത്യസ്ത രീതിയിലല്ലേ കറി വയ്ക്കുന്നത്. പിന്നെ കൂടെ തേങ്ങയും. ഇപ്പോഴേ ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോഴേ അരച്ചെടുക്കട്ടെ. ഇപ്പോഴേ ഞാൻ 2-3 പച്ചമുളക് കൂടെ ഇടുകയാണ്. ഇപ്പോഴേ കറി വയ്ക്കുന്നതിന്, അതായത് പരിപ്പും മത്തങ്ങയും ഞാൻ വെച്ചപ്പം തന്നെ പച്ചമുളക് കീറിയിട്ടിരുന്നു. അതിൻ്റെ അകത്ത് സ്വല്പം മുളക് പൊടിയും ഇട്ടിരുന്നു, മഞ്ഞൾപ്പൊടിയും ഇട്ടിരുന്നു. ഇപ്പോഴേ ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ഇടുന്നില്ല, മുളക് പൊടിയും ഇടുന്നില്ല. 2-3 എരിവ് കുറഞ്ഞ പച്ചമുളകായതുകൊണ്ട് 2-3 പച്ചമുളക് കൂടെ അരയ്ക്കുന്നുണ്ട്. അപ്പം നന്നായി ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോഴേ മത്തങ്ങയും ചെറുപയറും കൂടെ നല്ലപോലെ വെന്തുടച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അരച്ച അരപ്പൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുകയാണ്. ഇനിയും സമയം നമ്മുടെ കോവയ്ക്ക ചെറു തീയിൽ മൊരിഞ്ഞ് വരികയാണ്. ഒരു ട്രിപ്പ് ഞാൻ കറിയൊക്കെ റെഡിയാക്കി എടുത്തു. അപ്പോഴേ ഇന്ന് ഉച്ചയ്ക്ക് ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് വിറക് വെട്ടിയെടുക്കാം. ഇപ്പം മഴയൊന്നും അന്നേരം പെയ്യുന്നില്ല. ഇപ്പം ആ തോർച്ചയ്ക്ക് 2-3 ചെറിയ കമ്പുകളൊക്കെ ഒന്ന് വെട്ടിക്കീറാമെന്നും വെച്ച് ഞാൻ കയറിപ്പോയി വിറക് വെട്ടുകയാണ്. അപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക്, അപ്പം ഞങ്ങൾ ചോറൊന്നും കഴിച്ചില്ല, വെന്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ. അപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഫോൺ കോള് വന്നത്. പിന്നെ നാത്തൂൻ്റെ കോളാണ്. അപ്പോഴേ ഞങ്ങൾ വീട്ടിലോട്ടേ വരുന്നുണ്ട് എന്നും പറഞ്ഞ്. അപ്പോൾ പിന്നെ വിറക് വെട്ട പാതിക്ക് ഞാൻ നിർത്തിയിട്ട് പിന്നെ ഇറങ്ങിപ്പോയി. പിന്നെ നമ്മൾ കഴിക്കുന്നത് പോലെ മറ്റൊരാൾ വന്നാൽ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് ചിക്കനും കറിയൊന്നുമില്ല. രാവിലെ ഞങ്ങൾ ഇച്ചിരി ചിക്കൻ പീസ് ഉണ്ടായിരുന്നു, അത് കറി വെച്ചു. അന്നേരമേ തീർത്ത് കേട്ടോ. പിന്നെ അതൊന്നുമില്ല, മീനിരിപ്പുണ്ട്. പിന്നെ ബാക്കി 1-2-3 കറികളൂടെ വെച്ച് ഞങ്ങൾ ചോറ് കൊടുത്തു. അപ്പോഴേ ആ കറി വയ്ക്കുന്നതും പിന്നത്തെ ജോലികളുമാണ് ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോഴേ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ചെറിയ കമ്പൊക്കെ ഉണ്ട് വെട്ടിക്കീറാനായിട്ട്. അപ്പോഴേ ഞാൻ ഈ കോടാലി എടുത്ത് വെട്ടുമ്പോഴമ്മ പറയുന്നുണ്ട് ആ കോടാലിയുടെ വാത്തലയൊന്നും കളയല്ലേ. അപ്പോഴമ്മ അത് വീടിനെ വെളിയിലിറക്കാതെ വെച്ചേക്കുന്ന കോടാലിയാണ്. ഒരു പന്ന കോടാലിയുണ്ട് നമുക്ക് വിറക് വെട്ടാൻ. ഇത് നല്ല കോടാലിയാണ്, ഇപ്പോഴേ സൂക്ഷിച്ച് വെട്ടണമെന്നൊക്കെ പറയുകയാണ്. പിന്നെ അമ്മയുടെ തന്നെ ഞാൻ ആ കോടാലി അങ്ങ് കൊടുത്തു വിട്ടു. അമ്മ പറഞ്ഞ് പുകപ്പരെ വെച്ചേര് കോടാലി, നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാമല്ലോ അതിൻ്റെ അകത്ത് വെച്ചേക്കാൻ. ഞാൻ പറഞ്ഞു വേണ്ട, അതിൻ്റെ അകത്ത് വെച്ചേക്കണ്ട. കാരണം നമ്മൾ വീട്ടിലില്ലാതിരിക്കുമ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ എന്താ ചെയ്യും, വീട്ടിൽ തന്നെ. ഇപ്പോഴേ ഇവിടെ ഞാൻ കുറച്ച് പയർ തോരന് വേണ്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോഴേ ഇതിനകത്ത് കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർത്ത് തേങ്ങയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടെ ഇട്ട് എണ്ണയ്ക്കകത്ത് വഴറ്റി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
പിന്നെ ഞാൻ സാമ്പാറിനാണ് എടുത്തിരിക്കുന്നത്. പരിപ്പ് വേറെയായിട്ട് വേവിക്കുന്നില്ല. പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. പിന്നെ പച്ചക്കറി ഐറ്റംസ് എല്ലാം കൂടെ അരിഞ്ഞിട്ട് ഞാൻ വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിക്കാൻ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സാമ്പാറിനുള്ള മസാലകൾ ചേർത്ത് കടുക് വറുത്ത് എടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്നത് പാവയ്ക്കയാണ്. പാവയ്ക്കകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ഞെരടി വയ്ക്കാം. അപ്പോൾ ഇരുന്ന് വെള്ളം ഊറി വരുമ്പോൾ പിന്നെ എണ്ണയ്ക്കകത്ത് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോഴേ ഇനിയും നമ്മുടെ ചെറിയ പാചകത്തിലേക്ക് പോകാം. ഇവിടെ നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി അങ്ങോട്ട് ചീനച്ചട്ടിയിലോട്ട് ഇട്ട് നിരത്തിയിട്ടു. ഇവിടെ കിടന്ന് ചെറിയ തീയിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ കിടന്നൊന്ന് മൊരിഞ്ഞ് വരട്ടെ. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴേ അത് ഞാൻ ഒന്ന് കഴുകി ക്ലീനാക്കി വെച്ചു. അതിന് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്ത് മീൻ കറി ചതച്ചെടുക്കുകയാണ്. തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മീൻ കറിയും വെച്ച് ഇടുന്നൊന്ന് വറ്റിക്കോട്ടെ. ഇപ്പോഴേ സാമ്പാറിനുള്ളതെല്ലാം വേവിച്ച് വെച്ചു. കഷ്ണങ്ങൾ സ്വല്പം വെന്ത് പോയിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ചാണ് ഞാൻ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനിയും മസാല ചേർക്കണം. ഒരു പാവയ്ക്കകത്ത് ഞാൻ സ്വല്പം മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഒന്ന് കളറ് കിട്ടാനും എരിവിനും വേണ്ടി പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറു തീയിലിട്ട് മുരിച്ചെടുക്കാം. മീൻ കറിയൊക്കെ ഏകദേശമൊക്കെ വറ്റാറായിട്ടുണ്ട്. ഇനിയും ഞാൻ ഇതിൻ്റെ അകത്തൊരു സീക്രട്ട് കാര്യങ്ങളുടെ ഇടുന്നുണ്ട്. അതായത് ഉലുവായുടെ സ്വല്പം ഇല, ഒരു നുള്ളി ഇല ഈ മീൻ കറിക്കകത്ത് ഇടുന്നുണ്ട്. ഒറ്റ നുള്ളി. അപ്പം തീർന്നു. നമ്മുടെ മീൻ കറിയുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഒരു ചെറിയ തീയിൽ ഇരുന്ന് വെന്ത് വരട്ടെ. ഇപ്പോഴേ നമ്മൾ സാമ്പാറിന് കടുവറുക്കുകയാണ്. കടുവറുക്കാനെ കൊണ്ട് ഇവിടെ മസാലകളൊക്കെ ചേർക്കുകയാണ്. ഞാനിവിടെ മസാലയ്ക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് മുളക് പൊടി, കുറച്ച് ഞാൻ സാമ്പാറിന് ഞാൻ ഇട്ടതായിരുന്നു നേരത്തെ തന്നെ. പിന്നെ സാമ്പാർ മസാല, മല്ലിപ്പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇപ്പം ഞാൻ സ്വല്പം ജീരകം കൂടെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഞാൻ ഉണ്ടാക്കുന്ന ശൈലിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് കടുവറുത്ത് ഞാനൊന്ന് ഇട്ടോട്ടെ. അപ്പോഴേ കുറച്ച് കപ്പ അരിഞ്ഞ് കുക്കറിലോട്ട് വെച്ചു വേവിക്കാനായിട്ട്. ഇനി അരയ്ക്കാനെടുക്കാം. ഇവിടെ ഞാൻ അരയ്ക്കാൻ എടുത്തിട്ടുള്ളത് തേങ്ങ, മഞ്ഞൾപ്പൊടി, കാന്താരി, കറിവേപ്പില, ജീരകം, വെളുത്തുള്ളി ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോഴേ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. കപ്പ വേകുമ്പോഴേ ഊറ്റിയിട്ട ശേഷമേ ഈ ഉപ്പും കൂടെ ചേർത്ത് അരപ്പ് ഇട്ട് ഉപ്പ് വറ്റുമ്പോഴേ കുഴച്ചെടുക്കാം. ഇപ്പോഴേ സാമ്പാറൊക്കെ ഞാൻ തയ്യാറാക്കി ഇവിടെ വെച്ചു. അങ്ങനെ ഉച്ചക്കത്തെ ആഹാരമൊക്കെ ഞങ്ങൾ കഴിച്ച ശേഷം പത്തനംതിട്ട വരെ ഒന്ന് പോകണമായിരുന്നു മോനെ. അപ്പം മോൻ്റെ കൂടെ ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുകയാണല്ലോ എന്നും വെച്ച് മോൻ്റെ കൂടെ ഞാനും പത്തനംതിട്ടയ്ക്ക് പോയി. ലാപ്ടോപ്പിലെ കീബോർഡ് കേടായിരുന്നു. അതൊന്ന് ശരിയാക്കാൻ കൊടുത്തിരുന്നു. അത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ച് ഒരു 6:45 വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സാധനവും കടയിൽ കയറി വാങ്ങിച്ചു. എല്ലാവർക്കും നന്ദി കണ്ടതിന്.